രാജ്യം കാത്തിരിക്കുന്ന ആ സ്ഫോടനം ജനാധിപത്യത്തിൻ്റെ അന്തകരുടെ അരക്കില്ലങ്ങളെ ചുട്ടരിക്കാൻ പോകുന്നതാണ് എന്നത് മോദി കോട്ടയ്ക്ക് വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞു. അപ്രതീക്ഷിതമായ രാഹുൽ ഗാന്ധി നടത്തിയ 3 പത്രസമ്മേളനങ്ങളിൽ നിലം തൊടാൻ കഴിയാതെ കേന്ദ്ര സർക്കാരിനെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും എയറിൽ നിർത്തി ജനങ്ങളോടും മാധ്യമങ്ങളോടും രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് കൊള്ളയുടെ യാഥാർത്ഥ്യങ്ങളുടെ തെളിവുകൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ ഞെട്ടിക്കുന്നതായിരുന്നു. ഹിന്ദു വർഗീയത കൊണ്ട് ഭരണം പിടിച്ച BJPക്ക് അതിൻ്റെ കുമിളകൾക്ക് മേൽ അടയിരിക്കാൻ ഇന്ന് കഴിയാതെ വരികയും അവരുടെ പുറംപൂച്ച ജാതി മത വർഗ വർണ്ണ അതിരുകളില്ലാതെ ജനം തിരിച്ചറിയുകയും ചെയ്തപ്പോൾ BJP അവരുടെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ ആകമാനം തകർത്ത് ഇന്ത്യയുടെ അടിത്തറയുടെ മൂലക്കല്ലായ ജനാധിപത്യത്തെ പിഴുതെറിഞ്ഞ് വോട്ട് കൊള്ള കൊണ്ട് ഇറങ്ങി അധികാരം നിലനിർത്താൻ ഒരുങ്ങുകയായിരുന്നു. സംഘപരിവാർ BJP ഇന്ത്യയിൽ മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ ആശയങ്ങൾ ഇന്ത്യയെ ഹിന്ദുത്വത്തിൻ്റെ നുഖത്തിൽ കൊണ്ടെത്തിക്കാനായിരുന്നു എങ്കിൽ നമ്മൾ ഭാരതത്തിൻ്റെ ഒരു ചരിത്രം വെറുതെ ഒന്ന് ഓടിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് 11 വർഷം പൂർത്തീകരിച്ച് 12ാം വർഷത്തിലേക്ക് കിടക്കുന്ന മോദി സർക്കാർ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഈ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് മുസ്ലിം രാജവംശങ്ങളാണ് എന്നത് ഓർക്കണം. എന്നിട്ടും അവർ ഇന്ത്യയെ ഇതുപോലെ കൊന്നിട്ടില്ല. ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ചരിത്രമെടുത്താൽ 1947 മുൻപും ശേഷവും ഇന്ന് രണ്ടായി പകുത്ത് കാണേണ്ടിയിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 1193 അടിമവംശത്തിലെ മുഹമ്മദ് ഘോരിയിൽ തുടങ്ങി വിവിധ രാജവംശങ്ങളായ ഖിൽജി രാജവംശം, തുഗ്ലക് രാജവംശം, സയ്യിദ് രാജവംശം, അലോഡി വംശം, മുഗൾ രാജവംശം, സൂരി രാജവംശം, പിന്നീട് വന്ന ബ്രിട്ടീഷ് രാജ് ഒക്കെ ഇന്ത്യ ഭരിച്ച അഹിന്ദുക്കളായവരാണ്. ഇവരൊന്നും തന്നെ ചെയ്യാത്ത വലിയ പാതകമാണ് വർഗീയത വിതയ്ക്കാൻ ഇപ്പോൾ ഭാരതത്തിൻ്റെ പേറ്റന്റ് സ്വയം ഏറ്റെടുക്കുന്ന ഇന്ത്യക്കാർ എന്ന് നടിക്കുന്നവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം 92 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഭരണപരവും നിയമപരവുമായ പോരായ്മകളെയൊക്കെ നികത്തി ഒരു തികഞ്ഞ ഭരണഘടനയിൽ അധിഷ്ഠിതമായ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി ഇന്ത്യയെ പുനർനിർമ്മിച്ചു. അവിടെ നാനാത്വത്തിൽ ഏകത്വവും ഐക്യഭാരതവും മതേതരത്വവും ജനാധിപത്യവും അതിൻ്റെ ഏറ്റവും ഉദാത്തമായ നിലയിൽ നിർമ്മിച്ചെടുത്ത് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളിൽ ശക്തിമത്താക്കി മാറ്റി ഇന്ന് കാണുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യയെ കെട്ടിപ്പടുത്തു. ആ ഇന്ത്യയെയാണ് 2014 മുതൽ BJP തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹിന്ദുത്വവാദം കുത്തിനിറച്ച് ശിഥിലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലം ഈ ഇന്ത്യ അഹിന്ദുക്കൾ ഭരിച്ചിട്ടും ഇന്നും ഹിന്ദുക്കൾക്ക് തന്നെയാണ് ഭൂരിപക്ഷം എന്നത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മുൻപ് ഭരിച്ച മുസ്ലിം, ബ്രിട്ടീഷ്, ക്രിസ്ത്യൻ ഭരണാധികാരികൾ നമ്മൾ ഇന്ന് ചിന്തിക്കും പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഇന്ത്യയിൽ ഒരു ഹിന്ദു പോലും അവശേഷിക്കില്ലായിരുന്നു എന്നത് ഓർക്കുന്നത് നല്ലത്. ഇന്നോ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഇന്ന്? പക്ഷെ ഒന്ന് ഓർക്കുക, എത്ര വർഗീയ ധ്രുവീകരണം നടത്തിയാലും ഇന്ത്യയുടെ ആത്മാവിനെ പൊന്നുപോലെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ 92 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ ആത്മാവറിയുന്ന കോൺഗ്രസിലെ ഓരോ പ്രവർത്തകനും മുൻനിരയിൽ തന്നെ നിന്ന് പോരാടുമെന്നത് ഇന്ന് ഈ മോദി സംഘത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. അതാണ് BJP ഇപ്പോൾ രാജ്യത്ത് അധർമാധിഷ്ഠിത കുടില തന്ത്രങ്ങൾ പയറ്റുന്നത്. 2014 മുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞു. വോട്ട് കൊള്ളയെന്ന രാജ്യം ചരിത്രത്തിൽ നേരിട്ടിട്ടില്ലാത്ത ഭരണപരമായ ചതിയുടെ നിഗൂഢ രഹസ്യങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടപ്പോൾ ഇത്രയും വലിയ പ്രഹരം മോദി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ 3 പത്രസമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ് അടുത്തത് പുറത്തു വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ് എന്ന്. ആ ഹൈഡ്രജൻ വിസ്ഫോടനത്തിനുള്ള സമയം ഇപ്പോൾ ആയി എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ വരികയാണ്. ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുശ്ശേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുമെന്നാണ് വിവരം. അതിനു മുൻപായി രാഹുൽ ഗാന്ധി രാജ്യത്തോട് മറ്റൊരു BJPയുടെ നിഗൂഢമായ രഹസ്യം വെളിപ്പെടുത്തും. അത് വോട്ട് കൊള്ളയുടെ തെളിവുകളുടെ തുടർച്ചയാവുമെന്ന് കരുതിയിരിക്കുന്നവർക്ക് തെറ്റി. അത് രാജ്യത്തിൻ്റെ അടിത്തറയിളക്കുന്ന കേന്ദ്രഭരണത്തിൻ്റെ ഗൂഢ ലക്ഷ്യമാണ്. ഭരണപരമായ അധികാരത്തിൻ്റെ മായിക ലോകത്തിരുന്ന് ഇന്ത്യയെ മുച്ചൂട് മുട്ടിക്കുന്ന ഒരു ഭരണാധികാരിയുടെ അധികാര കൊതിയുടെ ഇരകളായി പിടഞ്ഞു വീണ് മരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ആർത്തനാദം അത് ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഹൃദയഭിത്തിയിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോൾ ജനാധിപത്യത്തെ ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങിയ ഒരു ഇന്ത്യക്കാരനും സഹിക്കാൻ കഴിയില്ല. അവൻ ഉണരുക തന്നെ ചെയ്യും. രാപ്പകലില്ലാതെ BJP പിഴുതെറിയാൻ തുനിയുന്ന ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളും ഭാരത മണ്ണിൽ ആഴത്തിൽ ഉറപ്പിക്കാൻ ജനാധിപത്യ വിശ്വാസികളായ ഭാരത മക്കൾ നെഞ്ചോട് ചേർത്ത് താഴ്ത്തിപ്പിടിക്കും. RSSന്റെ കൊടി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൻ്റെ ഉച്ചിയിൽ സ്ഥാപിക്കാൻ അവർ തന്ത്രങ്ങൾ മെനയുമ്പോൾ അത് തകർത്തുകൊണ്ട്
ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി അത് അരക്കിട്ടുറപ്പിക്കാൻ കോൺഗ്രസ് മുന്നിലുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ ബലിഷ്ഠമായ മതേതര രാഷ്ട്രീയ ചിന്താധാരകൾ അത് ഇന്ത്യയുടെ നാഡീമിടിപ്പായും ശ്വാസം മുട്ടി ഊർദ്ധം വലിക്കുന്ന ഇന്ത്യയുടെ ആത്മാവിന് ഉച്ഛ്വാസവായുവായും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രക്ഷകനാകും. കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും അനുയായികളും അഭ്യുദയകാംക്ഷികളും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. കോൺഗ്രസ് അതിൻ്റെ പ്രതാപകാലം വീണ്ടെടുക്കും. സംഘപരിവാർ ശക്തികളിൽ നിന്നും അധികാരം വീണ്ടെടുത്ത് തകർന്ന ഇന്ത്യയെ പുനർനിർമ്മിച്ചെടുക്കും. അത് ഇന്ത്യയിൽ മാറ്റത്തിൻ്റെ ശീതക്കാറ്റ് വീശും. ശ്വാസം മുട്ടുന്ന ജനത്തിന് പുനർജീവനത്തിൻ്റെ പുതിയ വെളിച്ചമാകും. ഓക്സിജനും ലഭിക്കും. ഇന്ത്യ ഉണരുക തന്നെ ചെയ്യും രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.